നന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ക്ലാസ്. അത് 100%. അതാണ് എനിക്കിവിടെ വന്ന് മാഡത്തിനെ സാറിനെ കണ്ടപ്പോൾ തന്നെ അറിയാണ്ട് എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. കാരണം നമുക്കങ്ങനെ അറ്റൻഡ് ചെയ്യാൻ തോന്നുന്നത് പോലും ഇവിടെ പഠിപ്പിച്ചു തരുന്ന ആ രീതി മനസ്സിലാവുന്നതുകൊണ്ടാണ്. കുറേ കാര്യങ്ങൾ ഞാൻ വിളിച്ച് ചോദിക്കുമായിരുന്നു. എന്ത് ഡൗട്ട് വന്നാലും ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് റിപ്ലൈ ചെയ്യും. ഇവിടെ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു വിൻ ചെയ്യുമെന്നുള്ളത്. പ്രത്യേകിച്ച് സാറിൻ്റെ ക്ലാസ്, മാഡത്തിൻ്റെ ക്ലാസ് എല്ലാം നല്ലതായിരുന്നു. ഇത്രയും നല്ല ക്ലാസ് ഞാൻ വേറെ പഠിച്ചിരുന്ന കാലത്ത് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ വിന്നേഴ്സ് ടോക്കിലുള്ളത് റീസെൻ്റ് ആയിട്ടുള്ള DH എക്സാം വിന്നർ ആയിട്ടുള്ള പ്രിയാണ്. പ്രിയ, നമസ്കാരം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ എജുസ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചറിയുന്നത്. ഓക്കെ, ആദ്യം സംസാരിച്ചു തുടങ്ങാം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എജുസ് അക്കാഡമിയുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഫീൽ ചെയ്തു? ക്ലാസ്സായിരുന്നു. പ്രത്യേകിച്ച് സാറിൻ്റെ ക്ലാസ്, മാഡത്തിൻ്റെ ക്ലാസ് എല്ലാം നല്ലതായിരുന്നു. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകുന്ന കാര്യമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാനൊക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു, ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ? അതിന് പ്രത്യേകിച്ച് സ്ട്രാറ്റജീസ് എന്തെങ്കിലും ഫോളോ ചെയ്തിരുന്നോ? നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു ടെസ്റ്റ് വരുന്നുണ്ടല്ലോ. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ വീണ്ടും പഠിക്കാൻ തോന്നും. അടുത്ത ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് അതിൽ സ്കോർ അറിയുമ്പം ആ ഒരു ഇതുള്ളതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് എന്തോ ഇതുവരെ ഇത്രയും നല്ല ക്ലാസ് ഞാൻ വേറെ പഠിച്ചിരുന്ന കാലത്ത് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഒരു ബാച്ച് ഉണ്ടായിരുന്നു, ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രാഷ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ക്രാഷ് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? ഡെയിലി ഉണ്ടായിരുന്ന ലൈവ് സെഷൻസ് അതൊക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി എക്സാം? നല്ലതായിരുന്നു. ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് മാഡം പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ ഡിസ്കസ് ചെയ്ത് തന്നെ ഒത്തിരി ചോദിച്ചിരുന്നു. അല്ലാണ്ട് തന്നെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നല്ലതായിരുന്നു. എന്തുകൊണ്ടും ഇവിടെ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു വിൻ ചെയ്യുമെന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതായത് ആപ്പിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ നമ്മുടെ ക്രാഷിൽ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? അപ്പം ഇത് എത്രത്തോളം, ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതേപടി തന്നെ ഫൈനലി കിട്ടിയിട്ടുണ്ടാവും അവസാനത്തെ എക്സാമിന്? ഏകദേശം കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു. എനിക്ക് ചോദിച്ച മിക്ക ക്വസ്റ്റ്യൻസും എനിക്ക് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻകളായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ അതിൽ ചേഞ്ചസ് എന്ന ഓപ്ഷൻസ് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആക്ഷൻ വെച്ചിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രയോറിറ്റി വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രയോറിറ്റി വെച്ചിട്ടുള്ള ആക്ഷൻ വെച്ചിട്ട് അങ്ങനെയുള്ള ചേഞ്ചസ് അല്ലാണ്ട് ക്വസ്റ്റ്യൻ എല്ലാം സെയിം ആയിരുന്നു. ഓൾമോസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് സെയിം ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, ക്രാഷ് അല്ലേ? പിന്നെ നമുക്ക് ഇതുപോലെ ആപ്പിലുള്ള ക്വസ്റ്റ്യൻസ്. ഇത് കഴിഞ്ഞിട്ട് എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു? സാറിൻ്റെ ഫസ്റ്റ് ക്ലാസ്, മാഡത്തിൻ്റെ ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അന്നേരം തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ്. എനിക്ക് പെട്ടെന്ന് തന്നെ ഓരോ ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സാം എഴുതണമെന്നായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഞാൻ ആദ്യം ഒരു ഡേറ്റ് എടുത്തു, ഞാൻ കംപ്ലീറ്റ് ആയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അടുത്ത് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് വന്നപ്പോഴത്തേക്ക് ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ വേറെ അക്കാഡമിയിലൊക്കെ പഠിച്ച് നോക്കിയിരുന്നു അല്ലേ? അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ ക്ലാസ്സിലുള്ള വ്യത്യാസം? എന്തായിരുന്നു? വ്യത്യാസമായിരുന്നു എന്നുവെച്ചാൽ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ക്ലാസ്. അത് 100%. അതാണ് എനിക്കിവിടെ വന്ന് മാഡത്തിനെ സാറിനെ കണ്ടപ്പോൾ തന്നെ അറിയാണ്ട് എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. കാരണം ഞാൻ ഒട്ടും ഇത്രയും വർഷം ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഫീൽഡ് പോലും ഇനി കണ്ടിന്യൂ ചെയ്യണ്ടെന്ന് വിചാരിച്ച് വിട്ടതായിരുന്നു. ഇപ്പോഴാണ് വീണ്ടും എനിക്ക് ഈ 2026 സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ വീണ്ടും എനിക്ക് എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ തോന്നത്തില്ലേ നമ്മൾ ഒന്നും അല്ലാണ്ടായിപ്പോ എന്ന്. അപ്പം എന്തെങ്കിലും ആവണം എന്നുള്ളൊരു തോന്നലോടെ വീണ്ടും ഞാൻ പഠിച്ച് എനിക്ക് പുറത്ത് പോകണമെന്നുള്ള ഇതോടുകൂടി ഞാൻ അങ്ങനെ ജോയിൻ ചെയ്തതാണ് ആദ്യം ഒരിടത്ത്. പക്ഷെ എനിക്കത് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ അത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഇവിടുത്തെ യൂട്യൂബ് വഴി ഇവിടുത്തെ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ ഇവിടെ വിളിച്ച് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ
ഇപ്പം ഇവിടുത്തെ മെൻറ്റർ ആണെങ്കിലും ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു 100% ഉറപ്പാണ് ജയിപ്പിക്കും എന്നുള്ള ഇത്. പക്ഷെ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് അത് ഉറപ്പായി. അപ്പം പകുതി എൻ്റെ ആ ഒരു ഇതൊക്കെ മാറി. എന്നെ കൊണ്ട് പറ്റും, നമുക്കെല്ലാം ഓർമ്മ വരാൻ തുടങ്ങി. ശരിക്കും നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. ഓക്കെ, നമ്മുടെ മെന്റർ സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ മെന്റർ നല്ലതായിരുന്നു. ടാനിയാണ് എനിക്ക് കൂടുതലും, ഞാൻ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു. വിളിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഞാൻ വിളിച്ച് ചോദിക്കുമായിരുന്നു. എന്ത് ഡൗട്ട് വന്നാലും ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് റിപ്ലൈ ചെയ്യും. അപ്പോൾ ഇനി ഇതുപോലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഡെയിലി എത്ര മണിക്കൂറൊക്കെ പഠിക്കുമായിരുന്നു? എങ്ങനെയായിരുന്നു ശരിക്കും ഒരു പഠന സ്ട്രാറ്റജി എന്ന് പറയുന്നത്? ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തില്ലായിരുന്നു. കുറച്ച് സമയം ഞാൻ ക്ലാസ് എന്ന് വെച്ചാൽ ദിവസം കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ. 45 ഡേയ്സ്. അപ്പൊ അതുകൊണ്ട് ഫുൾ ടൈം പഠിത്തമായിരുന്നു. കാരണം എനിക്ക് നിങ്ങളുടെ ക്ലാസ് കണ്ടപ്പം വീണ്ടും ഇൻട്രസ്റ്റ് തോന്നി. മറ്റത് ക്ലാസ്സിന് അതിന് മുന്നേ ഉള്ള ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിന് എപ്പോഴും എനിക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് തോന്നുമായിരുന്നു. അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നുന്നുള്ളതുകൊണ്ട് നമുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്താലും അടുത്തതും കൂടെ എടുക്കാൻ തോന്നും. അങ്ങനെ ഞാൻ ഒരു ദിവസം തന്നെ 2-3 ക്ലാസ് അറ്റൻഡ് ചെയ്ത് തീർത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇത് ചെയ്തിട്ട് ഞാൻ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു എനിക്ക്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാത്രി 3 മണിക്കൂർ ഉറങ്ങാതെ എണീറ്റൊന്ന് പഠിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു ദിവസം ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ടാഗ് എഴുതി വെക്കുമായിരുന്നു. അപ്പം 2 ക്ലാസ് കഴിഞ്ഞിട്ട് ഉറക്കം വരുമ്പോൾ പോയി കിടന്ന് ഉറങ്ങും. എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഉച്ച വരെ ഒന്ന്, ഉച്ചയ്ക്ക് ശേഷം അടുത്ത 3 ദിവസത്തെ ക്ലാസ് ഞാൻ ഒരുമിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എഴുതി വെക്കുമ്പോഴത്തേക്കും 2 എണ്ണം കഴിയുമ്പോൾ ഉറക്കം വരും, പോയി കിടന്ന് 2 മണിക്കൂർ ഉറങ്ങും. അതേപോലെ ഉറക്കത്തിൽ നിന്ന് ചാടി എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പം ശരിക്കും നല്ലതായിരുന്നു. കാരണം നമുക്കങ്ങനെ അറ്റൻഡ് ചെയ്യാൻ തോന്നുന്നത് പോലും ഇവിടെ പഠിപ്പിച്ചു തരുന്ന ആ രീതി മനസ്സിലാവുന്നതുകൊണ്ടാണ്. അത് മനസ്സിലാവുന്നതുകൊണ്ടും വെച്ചാൽ ഏതൊരു ശരിക്കും പറഞ്ഞ ഒരു കൊച്ചു കുട്ടിക്ക് വരെ മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ആ സാറെടുത്ത ക്ലാസ് ആയാലും മാഡം പറഞ്ഞിരുന്ന ക്ലാസ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. മാഡം ആയിരുന്നെങ്കിലും സാറ് തന്നെ പറയും, നിങ്ങൾ പഠിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ പഠിച്ചാൽ മതി, എല്ലാം ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കണം എന്നൊക്കെ പറയുമല്ലോ. അപ്പം തന്നെ നമുക്ക് ഒരു ഇതുണ്ടാവും. നല്ല ക്ലാസ്സായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ എക്സാം കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഒരു ദിവസം വരും. അപ്പം ഞാൻ ഇപ്പം നാട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് ഇത്തിരി ലേറ്റായേ. ഏതൊക്കെ സബ്ജക്ട് കവർ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു? അതായത് DH എക്സാമിന് ഏതൊക്കെയായിരുന്നു? ഇപ്പം ഇനി അടുത്ത് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഏതൊക്കെ അവർ ഫോക്കസ് ചെയ്ത് കൂടുതലായിട്ട് പഠിക്കണം? ഏതൊക്കെ ഏരിയാസ് അല്ലെങ്കിൽ സബ്ജക്ട്സ്? CUPD കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റിസർച്ച് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? റിസർച്ചിനുണ്ടായിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മാനേജ്മെന്റ് എല്ലാത്തിനും അവർ കവർ ചെയ്തു. ഏകദേശം എല്ലാ സബ്ജക്ട്സും കവർ ചെയ്ത് പഠിക്കണം. ABG റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ പേഷ്യൻ്റെ കണ്ടീഷൻ പറഞ്ഞിട്ടായിരുന്നു ഇത് ചോദിച്ചത്. ഈ കണ്ടീഷൻ വെച്ചിട്ട് ഇതിൽ ഏത് ആസിഡാണ് വരുന്നതെന്നുള്ളതായിരുന്നു എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. അതായത് നമ്മള് എനിക്ക് തോന്നുന്നു ക്ലാസ് കവർ ചെയ്ത് ഏകദേശം എല്ലാ ടോപ്പിക്സും അതേപോലെ തന്നെ ചോദിച്ചു. കൃത്യമായിട്ട് എനിക്കത് അറിയായിരുന്നു. കാരണം അത് അല്ലാത്ത രീതിയിലായിരുന്നു സാധാരണ ചോദിക്കുന്നത്. പക്ഷെ ഇതിൽ എനിക്ക് തോന്നി ഇത് കണ്ടീഷൻ വെച്ചിട്ടാണ് എനിക്ക് ചോദിച്ചത് അതിൽ ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ അത് സാറ് പഠിപ്പിച്ച് തന്നതുകൊണ്ട് എനിക്കത് അറിയാമായിരുന്നു. കാരണം അത് ഞാൻ നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ആ ഒരു ചാപ്റ്റർ എടുത്തിട്ടുള്ളത്. എനിക്ക് ഈ ആസിഡിന്റെ സംഭവം ഒന്നും പണ്ട് എനിക്ക് കെമിസ്ട്രി ഒക്കെ വെച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇത് പഠിപ്പിച്ച് തന്ന പഠിപ്പിച്ച ആ രീതി വെച്ചിട്ട് നന്നായിട്ട് മനസ്സിലാവുമായിരുന്നു. എനിക്ക് ഓക്കെ ആയിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പം പ്രിയയ്ക്ക് ജീവിതത്തിലെല്ലാ നന്മകളും വരട്ടെ, എത്രയും വേഗം ജോലിക്ക് ജോയിൻ ചെയ്യാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ.